നമസ്കാരം. അരളിച്ചെടി എന്നത് മലയാളിയുടെ കാൽപ്പനിക സൗന്ദര്യമായിരുന്നു അടുത്ത ദിവസം വരെ. അരളിപ്പൂവ് കടിച്ച ഒരു യുവതി അടുത്തിടെ മരണമടഞ്ഞു എന്ന വാർത്ത വ്യാപിച്ചതോടെ അരളി വെറുക്കപ്പെട്ട ഒരു ചെടിയായി മാറി. അരളിപ്പൂവിന്റെ വിഷവീര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആലപ്പുഴ നീണ്ടൂർ കോണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യയ്ക്ക് UK യാത്രയ്ക്കിടെ സംഭവിച്ച ദുരന്തം എന്താണ്? ഹരിപ്പാട് സ്റ്റേഷൻ ഓഫീസർ അഭിലാഷ് കുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹവുമായുള്ള ഈ സംഭാഷണം ശ്രദ്ധിക്കൂ. ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. UK പോകാനായിട്ട് റെഡി ആയിട്ട് രാവിലെ പോവാ ഇവിടുന്ന് പോയ സമയത്ത് കുട്ടി വൊമിറ്റ് ചെയ്തു. അപ്പൊ 2-3 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. പല പ്രാവശ്യമായിട്ട് വൊമിറ്റ് ചെയ്തു. ലാസ്റ്റ് ഒടുവിൽ ഇവര് എയർപോർട്ടിലെത്തിയ സമയത്തും വൊമിറ്റിംഗ് ഉണ്ടായി. അപ്പൊ അങ്ങനെ തിരിച്ച് ഇവരെ അപ്പൊ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കുട്ടി. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് കുട്ടി ഒരു ഹിസ്റ്ററി പറഞ്ഞത്. അതായത് വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ല, വെളിയിൽ നിന്ന് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അരളിപ്പൂവിന്റെ ഇല കടിച്ചെന്ന് പറഞ്ഞു. ഈ കുട്ടി എന്തുമാത്രം ഇല കഴിച്ചു എന്നുള്ളത് പറയുന്നില്ല. അരളിപ്പൂവിന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അവരുടെ വീട്ടിലുണ്ടായിരുന്നാണല്ലേ? അരളി തൊട്ട് ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു നല്ല പടർന്ന് നിൽക്കുക ഫ്രണ്ടില് അരളി. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതിന്റെ അപ്പുറത്തൊരു റോഡാ. അപ്പൊ ഈ കുട്ടി അത്യാവശ്യം നല്ല നീളമുള്ള കുട്ടി. അപ്പൊ ഈ കുട്ടി ഈ റോഡിൽ കൂടെ സംസാരിച്ചു പോയ സമയത്ത് ഈ അരളിപ്പൂ ചവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അപ്പൊ അതൊരു ഹിസ്റ്ററി ആയിട്ട് വന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ അരളിപ്പൂ എന്ന് പറയുന്നത് അരളിയുടെ ഇലയും പൂവും വേരും എല്ലാം തന്നെ വിഷമാണ് പറഞ്ഞത്. അതിന് ടോക്സിക് എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിയുടെ ഡെത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ഹാർട്ടിൽ ഈ ടോക്സിന്റെ എഫക്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹാർട്ടില്. അപ്പൊ അത് ആ പോയിസൺ ഹാർട്ടിനെ ബാധിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുണ്ടായ ഒരു ഇതാണ് മരണകാരണമായിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതാണ്? ഇല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ നിലവിലത്തെ റീസണാണ് പറഞ്ഞത്. അതായത് ഹാർട്ടിനെ ഈ പോയിസൺ ബാധിച്ചിട്ട് ഉള്ളതാണ് മരണകാരണം. ഇനിയിപ്പോ നമുക്ക് ഇത് കൃത്യമായിട്ട് ഇത് പ്രാഥമിക നിഗമനമാണ് ഇതാണെന്നുള്ളത്. വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണെന്നുള്ള പ്രാഥമിക നിഗമനം. ബാക്കി നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണെന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ നിഗമനം വെച്ചിട്ട് ഹിസ്റ്ററിയും വെച്ചിട്ട് നമുക്കുടെ അനുമാനം ഇത് തന്നെയാണ്. ഇത് കഴിച്ചിട്ടുണ്ടായ പോയിസൺ ആണെന്നുള്ള. അരളി പൂവല്ല കഴിച്ചത്, അരളി ഇലയാണ് കഴിച്ചത്. അരളി ഇലയാണെന്ന് കുട്ടി പറയുന്നു. അത് 2-3 ആണ് കഴിച്ചിട്ട് ചവച്ചിട്ടുണ്ടാവാം കുട്ടി. ചവച്ച് ഇറക്കിയിട്ടുണ്ടാവാം കുട്ടി. ഫോൺ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഒരിക്കലും ഇത് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് ഫോണിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചവയ്ക്കുന്നത് എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. ശരിയാണ്, അതൊരു റീസൺ ആണ് അങ്ങനെ. പക്ഷെ ഇതിനൊരു അരുചിയല്ലേ ആക്ച്വലി, ഇതിനൊരു കറയൊക്കെ ഉള്ളത് കൊണ്ട് ചവച്ച് തുപ്പിയുള്ളത്. മനസ്സിലായോ? അതായത് ഈ കുട്ടി ചവച്ച് തുപ്പിയിട്ടുണ്ടാവാം. പിന്നെ ഇതിനകത്ത് വേറെ റീസൺ ഞാൻ ഓൾറെഡി കുട്ടി പല പ്രാവശ്യം വൊമിറ്റ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വയറ്റിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇത് കാണണമെന്നില്ല. അത് ആ സാധ്യത ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രാഥമിക നിഗമനം ഇത് തന്നെയാണ്. കൂടുതൽ പരിശോധന എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഫോറൻസിക് ഉണ്ട്. പിന്നെ ഇതിലെല്ലാം നമ്മളെല്ലാം കെമിക്കൽ ലാബിലേക്ക് എല്ലാം വിടും. പിന്നെ ആ കുട്ടിയുടെ ഇതെല്ലാം കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട്. നമ്മൾ അതിനുശേഷം മാത്രമേ കൺഫേം ചെയ്യത്തുള്ളൂ. നമുക്കൊരു അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം പറഞ്ഞു. ഇതിന് എത്ര ദിവസം എടുക്കും ഈ ഒരു പരിശോധനയുടെ റിസൾട്ട്? അതിന്റെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. പിന്നെ ബാക്കി അതിന്റെ കെമിക്കൽ ലാബ് അനലൈസ് ചെയ്ത് വേണം. അതെല്ലാം കിട്ടണം. എത്ര ദിവസം ആണ് കണക്ക് കൂട്ടുന്നത്? സമയം എടുക്കുക, 2 ആഴ്ചയെങ്കിലും എടുക്കും. തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവം നടന്നത് എല്ലാവരിലും ഒരു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ അനുമാനങ്ങൾക്കും ഒക്കെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. എല്ലാരും ഇപ്പൊ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നിഗമനം ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് പോലീസിനെ നമ്മുടെ ഫസ്റ്റ് ഫൈൻഡിങ്സ് ഞാൻ പറഞ്ഞത്. നമ്മളിതൊരു കൺഫേംഡ് ഫൈൻഡിങ്സ് അല്ല കേട്ടോ. ഫസ്റ്റ് ഫൈൻഡിങ്സ് ആണ് നമ്മൾ ആദ്യത്തെ. മറ്റ് അസുഖങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക് വേറൊരു ഹിസ്റ്ററി ഇല്ല. വേറെ അസുഖങ്ങളോ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല.
അപ്പൊ ആ ചെടി ഇപ്പോഴും ഉണ്ടോ? ശരി നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്, വീട്ടിൽ നിൽപ്പുണ്ട്. എനിക്ക് ഇത് ഇത്രമാത്രം വിഷമാണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമില്ലായിരുന്നു. ആ, ഞാനിപ്പോ അതുകൊണ്ട് വീട്ടിൽ ഞങ്ങളുടെ അമ്മ ഇത് ഒരെണ്ണം വെച്ചിട്ട് ഇത് വളർന്നില്ല എന്ന് പറഞ്ഞിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുകയാണ്. വെള്ളം പൊഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞു അല്ല, ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ, പൂവൊക്കെ നല്ല നിറമൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ് സാധനം. ഇനി ഡോക്ടർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ, നമ്മൾ ഈ മനുഷ്യന്റെ ആളുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം അതിനകത്തൊരു ഘടകം പറയുന്നുണ്ട്. തീർച്ചയായും. അതായത് ശരീരത്തിന്റെ മെറ്റാബോളിസം അതിനകത്തൊരു ഘടകമാണെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ചിലർക്ക് ഇത് വിഷമായിട്ട് വരുന്നത് ഒരു പക്ഷെ മറ്റൊരാൾക്ക് അത്രമാത്രം വിഷമായിട്ട് ബാധിക്കില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ പ്രദേശത്തുള്ള സാധനത്തിന് ഒരുപക്ഷെ ടോക്സിക് ആയിരിക്കും. അത് തന്നെ. ഈ ബൊട്ടാണിക്കൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പേർട്ടിന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശവും അതിനകത്ത് ബാധിക്കും, ഏത് തരത്തിലുള്ള മണ്ണാണ്, അതുപോലെ തന്നെ സീസണും. ഇപ്പൊ മഴ സീസൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും, അതെ, മഴ സീസൺ ആണെങ്കിൽ ഒരു പക്ഷെ ഇത്രമാത്രം വിഷം അതിന് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഈ സമ്മർ ആയതുകൊണ്ട് കൂടി അതിന്റെ ഒരു ജലാംശം കുറയുന്നതോടെ വിഷത്തിന്റെ കണ്ടന്റ് കൂടും. അങ്ങനെയൊക്കെ അങ്ങനെയും ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ പരിശോധനയിലൂടെ തെളിയേണ്ടതാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള അനുമാനങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. വേറൊരു ഹിസ്റ്ററി ഇല്ല കുട്ടിക്ക്. ഞാനിപ്പോ ഡീറ്റെയിൽ അന്വേഷിച്ചു, അപ്പൊ ആ കൊച്ചിന് വേറൊരു ഹിസ്റ്ററി. മാത്രമല്ല, ഇപ്പൊ UK പോകുമ്പോൾ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ കഴിയുന്നത്. അത് മാത്രമല്ല, ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കൊച്ചു, അതിന്റെ ഏറ്റവും വലിയ അംബീഷനാണ് UK പോകാനുള്ളത്. അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്? വളരെ മോശം, വെറും സാധാരണക്കാരായ മനുഷ്യരാണ്. വളരെ എന്നുവെച്ചാൽ വെറും പാവപ്പെട്ട ആൾക്കാരാണ്. അവരെ കൊച്ചു കടം വാങ്ങിച്ചും അല്ലാതെ അങ്ങനെയൊക്കെ പഠിച്ചത്, അല്ലെ സാമ്പത്തികമൊന്നുമില്ല. അവരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ കുട്ടി പോയി രക്ഷപ്പെടാന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത് തന്നെ. ശരി. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഈ കുട്ടിയുടെ അനിയത്തിയുണ്ട്, പിന്നെ അച്ഛനും അമ്മയും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വേലിപ്പടർപ്പുകളിൽ സർവ്വസാധാരണമായിരുന്ന അരളിപ്പൂവ് ഇന്നും വഴിയോരങ്ങളിൽ പൂവിടർത്തി ആകർഷകമായി നിൽക്കുന്നുണ്ട്. ഹൈവേകളിലെ മീഡിയനിൽ തുടങ്ങി ക്ഷേത്രവളപ്പുകളിലെ പല നിറങ്ങളിലുള്ള അരളിപ്പൂവിന്റെ മനോഹാരിത കാണാം. തമിഴ്നാട്ടിൽ നിന്നും 100 കണക്കിന് കിലോ അരളിപ്പൂവ് കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണ്. ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ല അരളിച്ചെടി. അതിന്റെ പൂവോ കായോ തണ്ടോ വേരുകളോ ആവട്ടെ ഉള്ളിൽ ചെല്ലുന്നത് അപകടകരമാണ്. പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം ഏറുന്നത്. കേരള സർവകലാശാല ബോട്ടണി വിഭാഗം മേധാവി പ്രൊഫസർ EA സിറിളുമായി ഇതേക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ആ സംഭാഷണത്തിലേക്ക്. പുരാതന കാലം മുതലേ തന്നെ ഈ സസ്യത്തെ ഒരു വിശ്വസതയായിട്ട് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ കാചമാരക അഥവാ കുതിരയെ കൊല്ലുവാൻ ശക്തിയുള്ള സസ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിഷസസ്യത്തിന്റെ ഇല, വേര്, കാണ്ഡം, വിത്ത് എല്ലാം തന്നെ വിഷാംശം അടങ്ങിയതാണ്. ഇതിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കെമിക്കല് കാർഡിനോയിലോയിഡുകൾ അഥവാ കാർഡിനോലോയിഡ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത്തരം വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കും. കാർഡിയാക് മസിലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനായിട്ട് അതുമൂലം മരണം തന്നെ സംഭവിക്കാനും ഇടയാകാം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പത്രങ്ങളിൽ ഒരു റിപ്പോർട്ട് വന്നത്. ഒരു പെൺകുട്ടി അതിന്റെ പൂവ് കടിച്ചു എന്നാണ് പറയുന്നത്. അത് അത്രമാത്രം വിഷലിപ്തമാണോ? ഈ ഒരു പൂവിന്റെ ഇതൾ കഴിച്ചാലോ അല്ലെ ഒരു പൂവ് കഴിച്ചാലോ മാത്രം മരണകാരണമാകുമോ? ഇതില് വളരെ ചെറിയൊരു അംശം പോലും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് തന്നെ വേണം കണക്കാക്കാനായിട്ട്. അതില് ഇതിന്റെ വിവിധ വെറൈറ്റി തന്നെ ഉണ്ട്, പലതരത്തിലുള്ള. അതേപോലെ തന്നെ ഏത് കാലാവസ്ഥയിൽ, ഏത് പ്രദേശത്ത് വളർന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി അതിന്റെ വിഷാംശത്തിന്റെ അളവിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതും എത്ര അളവില് ആണ് എന്നുള്ളത് ഈ പ്രദേശത്തെ ആശ്രയിച്ചു കൂടി. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അത് നമുക്കും തള്ളിക്കളയാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. ഇതിന്റെ സാധ്യതകൾ ഒരു പക്ഷേ ആകാം. ഇങ്ങനെയുള്ളൊരു ഇതിന്റെ ഈ പല വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാറേ, അത് എല്ലാത്തിനും ഒരേയാണോ വിഷാംശമുള്ളത്? അതിനകത്ത് വിഷാംശമുള്ളത് വ്യത്യസ്ത അളവുകളിലായിരിക്കാം.
അതേപോലെ തന്നെ ഏത് പരിസ്ഥിതിയിൽ വളരുന്ന, അപ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ വളരുന്ന ചെടികളിൽ സ്വാഭാവികമായിട്ടും വിഷാംശത്തിന്റെ അളവ് കൂടുതലുമായിരിക്കാം. അപ്പോൾ അതവിടെ സീസൺ അനുസരിച്ചൊക്കെ വിഷാംശം ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതും മാരകം ആകാം. ചെറിയൊരു അംശം പോലും മാരകമാകാം. ഇപ്പം അതിന്റെ പല നിറത്തിലുള്ള പൂക്കളുണ്ടല്ലോ, പിങ്ക് ഉണ്ട്, മഞ്ഞ, അങ്ങനെ ഇതെല്ലാം ഒരേ തരത്തിലാണോ ഇതിന്റെ വിഷാംശം അതിൽ അടങ്ങിയിരിക്കുന്നത്? വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ കണ്ടന്റില് വ്യത്യാസം വരുന്നുണ്ട്. സാധാരണഗതിയില് ഈ നമ്മളിവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത് പൂജാവശ്യങ്ങൾക്ക് എടുക്കുന്നതുമായിട്ടുള്ള റെഡിഷ് കളറ് വരുന്ന അതിലും നല്ലൊരു അളവിൽ വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ്. ഈ വിഷാംശം അടങ്ങിയ പൂവ് സാധാരണ പൂജയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും? അതെ പൂവ് അതും ഈ അടുത്ത കാലത്തായിട്ട് അത് പൂജാവശ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നിവേദ്യങ്ങളിലൊക്കെ ഇത് ചേർക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വലിയ തോതിൽ കൃഷി ചെയ്തു വരുന്ന പൂവാണ്. അവിടുന്നാണ് കൂടുതലായിട്ട്. ഒപ്പം തന്നെ നമ്മുടെ വേലിയിലും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോ അവന്യൂസിൽ റോഡിന്റെ നടുവിലുള്ള മീഡിയനിലൊക്കെ ഇത് ധാരാളമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നല്ല ചൂടിലും പ്രതികൂല കാലാവസ്ഥയിലൊക്കെ വളരെ ലീസ്റ്റ് മെയിൻ്റനൻസോടെ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെ വിഷാംശം അടങ്ങിയൊരു ചെടിയായതുകൊണ്ട് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. കാണാൻ കുട്ടികളും അതെ അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള പൂക്കളും ആയിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫുമായിട്ട് നിൽക്കുന്ന ചെടികൾ സുന്ദരമാണ്. പക്ഷെ ഇതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട പൂക്കളുടെ ടൈപ്പ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ ഫാമിലിയിൽ അപ്പോസൈനേസിയ ഫാമിലി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്ന മിക്ക ചെടികളും അല്പം അപകടകാരികളൊക്കെ തന്നെയാണ്. ശവനാറി ഇനത്തിൽ വരുന്ന ശവനാറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന് പറയുന്ന ചെടിയൊക്കെ അനാവശ്യമായിട്ട് നമ്മളത് എടുത്ത്, അല്ലെങ്കിൽ ജസ്റ്റീഷ്യ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഒരു ചെടി, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ അപകടകാരികളാണ്. അങ്ങനെയുള്ളതിന് തിരിച്ചറിയാൻ ഇപ്പം കറയുള്ള പുഷ്പങ്ങൾ സാധാരണയായി കൂടുതലായിട്ടുള്ള അങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന്, സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്? മിക്കവാറും ലാറ്റക്സ് വെള്ള നിറത്തിലുള്ള കറ വരുന്ന ചെടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്, ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമൊക്കെ. കയ്യിലെടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ചെടികൾ പലതും അതാണ് ജനറലായിട്ട് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത്. അരളിയിൽ വിഷാംശമുണ്ട് എന്നതിൽ സംശയമില്ല. അവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ അരളിയുടെ ഇതളകത്ത് എന്നാൽ ഉടൻ മരണം എന്ന രീതിയിലുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്നതിൽ വസ്തുതയേയില്ല. സൂര്യയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇനിയും തെളിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശോധനകൾ നടക്കുന്നതേയുള്ളൂ. പൂക്കളങ്ങളിൽ നിന്നും പൂജാപുഷ്പങ്ങളിൽ നിന്നും അരളിയെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഭംഗി മാത്രമല്ല, സുരക്ഷിതത്വവും പരിഗണിക്കേണ്ടതാണ്. നിവേദ്യം കഴിക്കുമ്പോൾ ഇവയുടെ ഭാഗങ്ങൾ ഉള്ളിലേക്ക് എത്താൻ ഇടയുള്ളതിനാൽ ക്ഷേത്രങ്ങളിലെ നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളിയെ ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി.